കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുൻ മുഖ്യനെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷം ഇനി ഇഡിയുടെ റഡാറിൽ ആര്? ഈ ചോദ്യം ഉയരുമ്പോൾ ഉത്തരങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യൻ സ്റ്റാലിനിലേക്ക്. കള്ളപ്പണ കേസുകൾക്ക് ഇനി മിന്നലിനേക്കാൾ വേഗത്തിൽ നടപടികൾ ഉണ്ടാകും, ഇഡിക്ക് പുതിയ കരുത്തു പകരുന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും തടയുന്നതിനുള്ള കേന്ദ്ര ഏജൻസിക്ക് ഇനി കൂടുതൽ കരുത്ത്. ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള സമഗ്രമായ പുനഃസംഘടനയ്ക്കാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്ഥാനമൊഴിയും മുൻപ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് 2700 കോടി രൂപ വകമാറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ക്ഷേത്ര ഫണ്ടുകൾ TN പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള NPFCയിലേക്കാണ് നിയമവിരുദ്ധമായി മാറ്റിയത്. കോടതി ഉത്തരവുകൾ അനുസരിക്കാത്തതിനും എഗ്മോറിലെ 300 വർഷത്തിലേറെ പഴക്കമുള്ള ശ്രീനിവാസ പെരുമാൾ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തിയതിനും 3 വ്യക്തികൾക്കെതിരെ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യുമെന്ന് ക്ഷേത്ര സംരക്ഷണ പ്രവർത്തകൻ അറിയിച്ചു. മുൻ DMK ഭരണകൂടം PK ശേഖർ ബാബുവിന്റെ കീഴിലുള്ള HRNC വകുപ്പ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വിവാഹ ഹാളുകൾ, ആനകളുടെ സ്മാരകങ്ങൾ തുടങ്ങിയ വലിയ പദ്ധതികൾ വഴി ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക മാത്രമല്ല നവീകരണം എന്ന പേരിൽ ക്ഷേത്ര ഫണ്ടുകളും കൊള്ളയടിക്കുകയും ചെയ്തു. എന്തായാലും ഈ ക്ഷേത്ര ഫണ്ട് കൊള്ളയ്ക്കുള്ള ഉത്തരം എന്തായാലും സ്റ്റാലിൻ ഇഡിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. NBFCയുടെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആയ BBB റേറ്റിംഗ് ആണ് NBFCക്കുള്ളത്. TNPFCയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ ഗ്യാരണ്ടി നൽകാറുമില്ല. തമിഴ്നാട്ടിലെ ക്ഷേത്ര ഫണ്ടുകളും സർവകലാശാല ഫണ്ടുകളും ഈ NBFCയിൽ നിർബന്ധിതമായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന പങ്ക് തമിഴ്നാട് സർക്കാരിന്റെ ടാൻജൻകോയ്ക്ക് വായ്പ നൽകുക എന്നതാണ്. ഇപ്പോൾ ഇത് 1,60,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. കൂടാതെ നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരിധിയേക്കാൾ കുറഞ്ഞത് 8,000 കോടി നിക്ഷേപം TNPFC പൊതുജനങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. RBIയെയും ആദായ നികുതി നിയമങ്ങളെയും ആവർത്തിച്ച് ലംഘിച്ച സ്ഥാപനമാണ് NPFC. ഹിന്ദു ക്ഷേത്ര ഫണ്ടുകൾ ഇത്രയും അസ്ഥിരമായ NBFCയിൽ എന്തിനാണ് നിക്ഷേപിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇനി ഈ ചോദ്യങ്ങൾ നേരിട്ട് തമിഴ്നാട്ടിലെ മുൻ മുഖ്യനോട് ED തന്നെ ചോദിക്കും എന്നാണ് അറിയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതോടൊപ്പം ഇതുപോലെ സാമ്പത്തിക ക്രമക്കേടിൽ പങ്കാളികളായ പലരുടെയും മുട്ടടിക്കുകയാണ്. ED റഡാറിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ശക്തമായ പിന്തുണ നൽകാറുള്ളത്. അക്കൂട്ടത്തിൽ കള്ളപ്പണ ഇടപാടുകൾക്ക് മുൻഗണന തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകളും സാമ്പത്തിക ക്രമക്കേടും തിരിമറികളും ഒരിക്കലും ക്ഷമിക്കുകയില്ല ഈ ഭരണകൂടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനി ED ഏത് നിമിഷവും സ്റ്റാലിന്റെ പടിവാതിൽക്കൽ എത്താം. സ്റ്റാലിന്റെ പടിവാതിൽക്കൽ ED എത്തിക്കഴിഞ്ഞാൽ നിരവധി ക്രമക്കേടുകളായിരിക്കും പുറത്തുവരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലുള്ള പ്രധാന ഭരണാധികാരികളെ വേട്ടയാടുന്നു എന്ന ചോദ്യത്തിന് പ്രധാന ഭരണാധികാരികൾ സാമ്പത്തിക ക്രമക്കേടും തിരിമറികളും എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന മറുചോദ്യം തന്നെയാണ് ഉത്തരം. അത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറികളും നടത്തേണ്ടുന്ന ഒരു ഭരണ നേതൃത്വമല്ല ഒരു സംസ്ഥാനവും ഭരിക്കേണ്ടത്. സംസ്ഥാനങ്ങളിലെ ഭരണം കുറ്റമറ്റതാക്കണം എന്ന കർശനമായ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് ഇത്തരം ത്വരിതഗതിയിലുള്ള നടപടികൾക്ക് പിന്നിൽ. എന്തായാലും EDയുടെ മൂർച്ച കൂട്ടിയ നടപടി കഴിഞ്ഞ ദിവസം കേന്ദ്രം സ്വീകരിച്ചതിലൂടെ ഇനി ഇത്തരം നടപടികളുടെ വേഗത കൂടും. ഇത്തരക്കാരിലേക്ക് ഇനിയും വേഗത്തിൽ ED എത്തും. കേന്ദ്ര സർക്കാർ അതിനുള്ള ത്വരിത നടപടികളിലാണ്, നിരീക്ഷണത്തിലാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.